നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഇടക്കാല ബജറ്റ്. 2024 ഫെബ്രുവരിയിൽ ഒരു ബജറ്റ് നടന്നിരുന്നു അല്ലേ? അപ്പോൾ ഇൻറ്ററിം ബജറ്റാണ്, ഇടക്കാല ബജറ്റ്. ഓക്കെ, കംപ്ലീറ്റ് ബജറ്റ് അല്ല. അതായത് എന്താണ് ഇൻറ്ററിം ബജറ്റ് അല്ലെങ്കിൽ ഇടക്കാല ബജറ്റ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയുടെ കാലാവധി കഴിയാനായി, എന്നാൽ നെക്സ്റ്റ് തിരഞ്ഞെടുപ്പ് വരെയുള്ള ആ ഒരു ഇടക്കാലം ഇല്ലേ, ആ ഒരു ഇൻറ്ററിം പീരീഡിൽ താൽക്കാലിക ചിലവുകൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന ബജറ്റിനെയാണ് നമ്മൾ ഇടക്കാല ബജറ്റ് അഥവാ ഇൻറ്ററിം ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2024 മുഴുവൻ കംപ്ലീറ്റ് ബജറ്റ് എപ്പോഴാണ് അവതരിപ്പിക്കുക? ജൂലൈയിൽ അവതരിപ്പിക്കും. ഇനി ഇൻറ്ററിം ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നമ്മുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ് അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പം നിർമ്മല സീതാരാമനാണ് നമ്മുടെ ഇൻറ്ററിം ബജറ്റ് അല്ലെങ്കിൽ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത്. ഓക്കെ, ഇനി ഫുൾ ബജറ്റ് എപ്പോൾ അവതരിപ്പിക്കും? ജൂലൈയിൽ, അതായത് അടുത്ത മന്ത്രിസഭ. ഓക്കെ, അപ്പം മറ്റൊരു മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ ഉറപ്പായാലും ഈ ഒരു ബജറ്റിന് മാറ്റം വരും അല്ലേ? അപ്പം നെക്സ്റ്റ്, ബജറ്റ് 3 തരത്തിലാണുള്ളത്. ഓക്കെ, ബജറ്റ് 3 വിധത്തിലാണുള്ളത്. സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്. ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ബജറ്റ് ഉള്ളത്? സന്തുലിത ബജറ്റുണ്ട്, മിച്ച ബജറ്റുണ്ട്, കമ്മി ബജറ്റുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 112 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 112 മുതൽ 117 വരെയാണ് നമ്മുടെ ബജറ്റിനെ പറ്റി പറയുന്നത്. ബഡ്ജറ്റ് അല്ലെങ്കിൽ ആനുവൽ ബഡ്ജറ്റ് എന്നൊരു പദം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടോ? ഇല്ല അല്ലേ? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു പദമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ബജറ്റ് 3 വിധത്തിലുള്ളതാണ്. അത് സന്തുലിത ബജറ്റ്, അതായത് വരവും ചിലവും തുല്യമാകുന്ന ബജറ്റിനെയാണ് നമ്മൾ സന്തുലിത ബജറ്റ്. നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലാണെങ്കിലും കിട്ടുന്ന ആ ഒരു വരുമാനത്തിനനുസരിച്ച്, അതായത് വരുമാനവും തുല്യം, വീട്ടിൽ ചിലവാകുന്നതും തുല്യമാണെങ്കിൽ അതിനെ എന്ത് പറയൂടെ? സന്തുലിതം എന്ന് പറയും അല്ലേ? സന്തുലിത ബജറ്റാണ് അത്, വരവും ചിലവും തുല്യം. മിച്ച ബജറ്റ് എന്താണ്? നമ്മൾ വരുന്ന ആ ഒരു വരുമാനത്തിൽ നിന്ന് കുറച്ച് സേവ് ചെയ്യാനും പറ്റും, എക്സ്ട്രാ ഉണ്ടാവും, ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മിച്ചം വരും അല്ലേ? അപ്പം മിച്ച ബജറ്റ്. കമ്മി ബജറ്റ് എന്താണ്? കമ്മിയാവുക, വരുന്ന ചിലവുകൾ അല്ലെങ്കിൽ വരുന്ന വരുമാനം ചിലവിന് തികയുന്നില്ല. അതാണെന്ത്? കമ്മി ബജറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? കടങ്ങളൊക്കെ വാങ്ങിക്കും, ബോറോയിങ്സ് വരും അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ബജറ്റ് ഇപ്രാവശ്യം ഇൻറ്ററിം ബജറ്റിൽ കൊടുത്തിരിക്കുന്നത് പ്രതിരോധത്തിനാണ്. ഓക്കെ, ഇപ്രാവശ്യം നമുക്കറിയാം അല്ലേ എത്ര ഇതാണ്, ഏതിനാണ് ഏറ്റവും കൂടുതൽ? ഇതൊക്കെ നമ്മുടെ PSCയിൽ ഡിഗ്രി ലെവലിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, LGS LD ലെവലിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് എന്ത് തരത്തിലുള്ള ബജറ്റാണ്, ആ ബജറ്റിൽ ഉള്ള ആ ഒരു പദ്ധതി, ഇന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് LD LGS ലെവലിൽ വരുന്നത്. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻകാർക്ക് എത്ര ബജറ്റ് ഏറ്റവും കൂടുതൽ ആർക്ക്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ബജറ്റ് എന്തിനാണ് നമ്മുടെ ഇൻറ്ററിം ബജറ്റിൽ വന്നിരിക്കുന്നത്? അത് പ്രതിരോധത്തിനാണ്. 6.2 ലക്ഷം കോടി രൂപയാണ്. ഇനി രണ്ടാമത് ചോദിച്ചാൽ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടിനും, മൂന്നാമത് റെയിൽവേക്കുമാണ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ബജറ്റിൽ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത് മാത്രം ഒന്ന് പഠിച്ചിരുന്നാൽ മതി. ഒന്നാമത് ആർക്കാണ്? ഡിഫൻസിന്. എപ്പോഴും നമ്മൾ നമ്മുടെ ബജറ്റിൽ ഡിഫൻസിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ. ഇന്ത്യയെ പോലുള്ളൊരു രാജ്യം എപ്പോഴും ഡിഫൻസിന് തന്നെയാണ് നമ്മുടെ ബജറ്റിൽ മാറ്റിവെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ബജറ്റ് പ്രതിരോധത്തിനാണ്, 6.2 ലക്ഷം കോടി രൂപ. ഇനി എന്താണ് നമ്മുടെ ബജറ്റിൽ ഊന്നൽ നൽകുന്നത്? 2047 ആകുമ്പോഴത്തേക്കും ഇന്ത്യയെ ഒരു എന്താ പറയുക, മുൻനിര രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ബജറ്റിൻ്റെ മെയിനായിട്ടുള്ള ഊന്നൽ. ഓക്കെ, ഇനി സാമ്പത്തിക കമ്മി കുറയ്ക്കുക. ഓക്കെ, നമുക്കറിയാം ഇന്ത്യ എപ്പോഴും നടത്തുന്നത് എന്താണ്? കമ്മി ബജറ്റാണ്. നമ്മൾ എന്താണ് കമ്മി ബജറ്റ്, മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ് എല്ലാം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ബാലൻസ്ഡ് ആയിട്ടുള്ള ബജറ്റ് എന്താണ്? ഡെഫിസിറ്റ് എന്താണ്? ഓക്കെ, എന്താണ് സാമ്പത്തിക കമ്മി അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? ആ വരവും ചെലവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് അല്ലേ? അങ്ങനെയുള്ള സാമ്പത്തിക കമ്മി കുറയ്ക്കണം. അപ്പോൾ എങ്ങനെയാണ് കുറയ്ക്കുക? ഓക്കെ, ഒരു സാമ്പത്തിക കമ്മി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു വരവിനേക്കാളും ചിലവ് കൂടി നിൽക്കുന്ന ആ ഒരു ഡിഫറൻസ് എങ്ങനെ കുറയ്ക്കും? നമുക്ക് ടാക്സ് കൂട്ടാം, അതായത് നികുതി കൂട്ടുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ നമ്മൾ സാമ്പത്തിക കമ്മി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? നികുതി കൂട്ടുക, ചെലവ് കുറയ്ക്കുക. അതായത് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സിനും അതുപോലെ തന്നെ എന്താ പറയുക,
നമ്മുടെ പൗരന്മാരുടെ ക്ഷേമ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ അത് കുറയും എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഒരുപാട് ക്ഷേമ പദ്ധതികൾക്കുള്ള ചിലവ് കുറയ്ക്കും, നികുതി കൂട്ടും, ക്ഷേമ പദ്ധതികൾ കുറയ്ക്കും, കടം വാങ്ങിക്കും. ഇതൊക്കെയാണ് നമ്മുടെ സാമ്പത്തിക കമ്മി കുറയ്ക്കാനുള്ള മാർഗങ്ങൾ. ഇനി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന. ഓക്കെ, അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചറാണ്. ഓക്കെ, മെയിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ, കെട്ടിടങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ജലസേചനങ്ങൾ സൗകര്യങ്ങൾ, വൈദ്യുതി, ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇതിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷി. ഓക്കെ, കൃഷിക്കാർക്ക് കാർഷിക സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത് ഒരു ബജറ്റിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി പാവങ്ങൾ, വനിതകൾ, യുവാക്കൾ, കർഷകർ. ഓക്കെ, അതായത് നിർമ്മല സീതാരാമൻ നമ്മുടെ ഈ ഒരു ബജറ്റ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് നരേന്ദ്രമോദി പറഞ്ഞൊരു വാചകത്തിനെ എടുത്തിട്ടാണ്. നരേന്ദ്രമോദി പറഞ്ഞത് എന്നെ സംബന്ധിച്ച് 4 ജാതിയേ ഉള്ളൂ, എനിക്ക് 4 ജാതിയേ ഉള്ളൂ, 4 കാസ്റ്റേ ഉള്ളത്. ഏതൊക്കെയാണ്? പാവങ്ങൾ, പുവർ പീപ്പിൾ, വിമൻസ്, യങ്സ്റ്റേഴ്സ്, യുവാക്കൾ, കർഷകർ എന്നിങ്ങനെയുള്ള 4 ജാതിയെപ്പറ്റി മാത്രമേ എനിക്കറിയൂ എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി പറഞ്ഞ ആ വാക്കുകൾ എടുത്തിട്ടാണ് നമ്മുടെ നിർമ്മല സീതാരാമൻ ഈ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. പാവങ്ങൾ, വനിതകൾ, യുവാക്കൾ, കർഷകർ, ആദായ നികുതി, ഈ ഇത്ര ആൾക്കാരെയാണ് നമ്മൾ ബജറ്റിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ആർക്കൊക്കെയാണ്? പാവങ്ങൾ, വനിതകൾ, യുവാക്കൾ, കർഷകർ. ഇനി ആദായ നികുതി ഉൾപ്പെടെ പ്രത്യക്ഷ പരോക്ഷ നികുതികളിലൊന്നും ഇപ്പോൾ മാറ്റം വന്നിട്ടില്ല. ഓക്കെ, ധനക്കമ്മി കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് നികുതി കൂട്ടുമെന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബജറ്റിൽ ചെയ്തിട്ടുണ്ടോ? ഇലക്ഷൻ വരെയാണ് അല്ലേ? നികുതി ഒന്നും കൂട്ടിയിട്ടില്ല. പ്രത്യക്ഷ പരോക്ഷ നികുതികളിൽ ഇപ്പോൾ മാറ്റമില്ല. 2025 ആവുമ്പോൾ നമ്മുടെ ധനക്കമ്മി എത്ര ശതമാനമാണ്? എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നതിൽ ഈ ഒരു ശതമാന കണക്കൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 2025 ആവുമ്പോൾ നമ്മുടെ ധനക്കമ്മി എത്ര ശതമാനം കുറയ്ക്കണം എന്നാണ് പറയുന്നത്? 4.5%. നമ്മുടെ ഇപ്പോഴുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ആ ഒരു ധനക്കമ്മി എത്രയാണ്? അത് 9.82 ട്രില്യനാണ്. വളരെ വലിയൊരു എമൗണ്ട് ആണല്ലേ. നമുക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ധനക്കമ്മി എത്രയാണ്? 9.82 ട്രില്യനാണ് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? 9.82. ഈ ഒരു ടേംസ് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. കാരണം ഇതൊക്കെയാണ് റാങ്ക് മേക്കിങ്ങിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ റാങ്ക് ഒരു 100 റാങ്ക് ഇപ്പുറത്തേക്ക് വരും അല്ലേ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ 2025 ആകുമ്പോൾ 4.5% ധനക്കമ്മി കുറയ്ക്കുമെന്ന് പറഞ്ഞു. എത്രയാണ് നമ്മുടെ ധനക്കമ്മി? 9.82 ട്രില്യൺ. ഇനി ഇൻഫ്ലേഷൻ എന്താണ്? പണപ്പെരുപ്പം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലേ. അപ്പോൾ ആ പണപ്പെരുപ്പം 2 മുതൽ 6% വരെ കുറയ്ക്കും. ഇൻഫ്ലേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്കിൻ്റെ പദ്ധതികളും ഒക്കെ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുമല്ലേ. എന്താണ് ഇൻഫ്ലേഷൻ വന്നാൽ അല്ലെങ്കിൽ പണപ്പെരുപ്പം വന്നാൽ റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? ബാങ്കിൻ്റെ പലിശ നിരക്ക്, അതായത് വായ്പ കൊടുക്കുന്നതിൻ്റെ പലിശ നിരക്കൊക്കെ അങ്ങ് കൂട്ടും. അങ്ങനെയുള്ള കുറേ ടേംസൊക്കെ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം അതിൽ പോകുന്നില്ല. ജസ്റ്റ് പണപ്പെരുപ്പം എത്ര മുതൽ കുറയ്ക്കാനാണ്? 2 മുതൽ 6% വരെ കുറയ്ക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പലപ്പോഴും എക്കണോമിക്സിലൊക്കെ ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നിട്ട് പറയാറുണ്ട് അല്ലേ. പണപ്പെരുപ്പം വരുമ്പോൾ, പണച്ചുരുക്കം വരുമ്പോൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട് ഒരുപാട് പണം കൊടുക്കും അല്ലേ. അടുത്തത് റെയിൽവേക്ക് 4000, ഞാൻ പറഞ്ഞു 3-ാമത്തെ സ്ഥാനത്ത് റെയിൽവേക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് അല്ലേ. അപ്പം 4000 റെയിൽ ബോഗീസ് വന്ദേ ഭാരതിന് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 4000 റെയിൽ ബോഗീസ് വന്ദേ ഭാരതിന് നൽകും. അടിസ്ഥാന സൗകര്യങ്ങളും മെട്രോയും ഒക്കെ ഇംപ്രൂവ് ചെയ്യും. 3 മേജർ റെയിൽവേ കോറിഡോർസ്, ഇമ്പോർട്ടൻ്റ് ആണ്, 3 റെയിൽവേ കോറിഡോർസ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെയിൽവേയിൽ 4000 റെയിൽ ബോഗീസ് വന്ദേ ഭാരതിന്, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മെട്രോയ്ക്കും ഇമ്പോർട്ടൻസ് നൽകും, 3 മേജർ റെയിൽവേ കോറിഡോർസ് കൊണ്ടുവരും. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഹരിത ഊർജ്ജം അഥവാ ഗ്രീൻ എനർജി. അതായത് നമ്മുടെ എൻവയൺമെൻറ്റിന് കുഴപ്പമില്ലാത്ത, കാർബൺ എമിഷനൊന്നും ഇല്ലാത്ത ഗ്രീൻ എനർജി, ഹൈഡ്രജൻ ഫ്യൂവൽ പോലെയുള്ളത് കൊണ്ടുവന്ന് മാക്സിമം നമ്മുടെ രാജ്യത്തിൻ്റെ കാർബൺ എമിഷൻ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നെറ്റ് സീറോ പ്രോജക്റ്റ്.
എന്താണ് നെറ്റ് സീറോ പ്രൊജക്റ്റ് ബൈ 2070? എന്താണ്? അതായത് നമ്മൾ എത്ര മാത്രമാണോ കാർബൺ നമ്മുടെ രാജ്യത്തിന് എടുക്കുന്നത്, അതുപോലെ തന്നെ എമിഷനും അത്രയേ പാടുള്ളൂ. കാർബൺ സ്വന്തമായിട്ട് എമിറ്റ് ചെയ്യുന്ന എത്ര, അല്ലെങ്കിൽ എത്ര കൊടുക്കുന്നോ അത്ര മാത്രമേ, അതായത് നെറ്റായിട്ടുള്ള സീറോ കാർബൺ എമിഷൻ ആണെങ്കിൽ, നെറ്റ് സീറോ കാർബൺ എമിഷനാണ് 2070 ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഹരിതവാതകങ്ങളൊക്കെ അല്ലെങ്കിൽ കാർബൺ എമിഷൻ കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാകും. നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ സയൻസിൽ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ പുരപ്പുറ സൗരോർജ്ജവൽക്കരണത്തിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി. അതായത് പുരപ്പുറത്ത് നമ്മുടെ സോളാർ സെൽസ് വെച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അതുവഴി 1 കോടി കുടുംബങ്ങൾക്ക് 300 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ബസ്സസ് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ സിംഗപ്പൂരിലൊക്കെ പോയിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കാറിൽ പോകുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അത്യാവശ്യം നല്ല പൈസയൊക്കെയുള്ള ആൾക്കാരായിരിക്കും. എന്നാലും പബ്ലിക് ട്രാൻസ്പോർട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? അവിടെ ഒരു കാറ് സ്വന്തമാക്കണമെങ്കിൽ അതിൻ്റെ ലൈസൻസ് എടുക്കാൻ തന്നെ കാറിനേക്കാൾ ഒരു 10 ഇരട്ടി ചിലവാക്കണം. അതിന് വേറെ ഒരു റോഡ് ട്രാവലിംഗ് ലൈസൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്, ചിട്ടകളുണ്ട് അല്ലേ? അതുപോലെ ഇന്ത്യയിൽ എന്ത് ചെയ്യും? കാറുകളുടെ നികുതിയൊക്കെ അങ്ങ് കൂട്ടിയിട്ട് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബസ്സസ് കൊണ്ട് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കും. പുരപ്പുറത്ത് സൗരോർജ്ജവൽക്കരണത്തിലൂടെ 300 യൂണിറ്റ് വൈദ്യുതി 1 കോടി കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും. നെറ്റ് സീറോ പ്രൊജക്ട് ബൈ 2070, അതായത് കാർബൺ എമിഷൻ നെറ്റ് സീറോ ആക്കാം. അടുത്തത് ടൂറിസത്തിലെ റേറ്റിംഗ് സിസ്റ്റം, അതായത് അടിസ്ഥാന സൗകര്യങ്ങളുടെ ആ ഒരു റേറ്റിംഗ് വെച്ചിട്ട് ബേസിക് റേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരും. പിന്നെ നമ്മുടെ ദ്വീപുകളിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം, ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള ആ ഒരു ദ്വീപുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. അടുത്തത് ആരോഗ്യത്തിൽ എന്താണ്? ആയുഷ്മാൻ ഭാരത് കവർ. നമ്മുടെ അംഗൻവാടി ആശാ വർക്കേഴ്സിനൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് ലഭിക്കും? ആയുഷ്മാൻ ഭാരത് കവർ ലഭിക്കും. അതേപോലെ തന്നെ ഏത് ക്യാൻസറിനാണ് ഈ ഒരു ബജറ്റിൽ ഊന്നൽ നൽകിയെന്ന് വെച്ചാൽ ഗർഭാശയ ഗള അർബുദ വാക്സിൻ. 9-നും 14-നും ഇടയിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു വാക്സിൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് സൗജന്യമാണോ അല്ലെന്നൊന്നും നമ്മുടെ ബജറ്റിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ഗർഭാശയ ഗള ക്യാൻസർ. അതുപോലെ തന്നെ 5 ഇൻ്റഗ്രേറ്റഡ് പാർക്കും സക്ഷം പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ആയുഷ്മാൻ ഭാരതി കവർ എല്ലാ അംഗൻവാടി ആശാ വർക്കേഴ്സിനും ഈ ഒരു ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ഇതിന് നൽകും. അതേപോലെ തന്നെ കവറേജ് നൽകുന്നത് നമ്മുടെ ആശാ വർക്കേഴ്സിനും അംഗൻവാടി പ്രവർത്തകർക്കുമാണ്. ഗർഭാശയ ഗള ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ 9-നും 14-നും ഇടയിലുള്ള പെൺകുട്ടികൾക്ക്. പിന്നെ 5 ഇൻ്റഗ്രേറ്റഡ് പാർക്ക്, സക്ഷം പദ്ധതി. അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് UVN പ്ലാറ്റ്ഫോമും ഇന്ദ്രധനുഷ് പദ്ധതിയും. പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് UVN പ്ലാറ്റ്ഫോമും ഇന്ദ്രധനുഷ് പദ്ധതിയും. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾക്ക് വായ്പയ്ക്ക് 7500 കോടിയാണ് പലിശരഹിത വായ്പ നൽകും. സംസ്ഥാനങ്ങൾക്കെല്ലാം എത്രയാണ് ആ ഒരു പലിശരഹിത വായ്പ നൽകാൻ വിചാരിച്ചിരിക്കുന്നത്? 75,000 കോടി രൂപയാണ്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്താണ്? UVN പ്ലാറ്റ്ഫോമും ഇന്ദ്രധനുഷ് പദ്ധതിയും. 2047 ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾക്ക് വായ്പ പലിശരഹിതമായിട്ട് നൽകാൻ തീരുമാനിച്ചു. അതിന് എത്രയാണ്? 75,000 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബജറ്റിലെ ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈബ്രറി കൗൺസിൽ പുരസ്കാരം. സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ പുരസ്കാരമാണെന്ത്? ലൈബ്രറി കൗൺസിൽ പുരസ്കാരം. ഇതിന് അർഹനായത് ആരാണ്? നമ്മുടെ കഥാകാരനായ M. മുകുന്ദനാണ്. M. മുകുന്ദനാണ് നമ്മുടെ ലൈബ്രറി കൗൺസിൽ പുരസ്കാരത്തിന് അർഹനായത്. 1,00,000 രൂപയാണ് സമ്മാനത്തുക. ഇനി മികച്ച ഗ്രന്ഥശാല പ്രവർത്തകർക്കുള്ള PN പണിക്കർ പുരസ്കാരം 50,000 രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇയ്യങ്കോട് ശ്രീധരനാണ്. അപ്പോൾ PN പണിക്കർ പുരസ്കാരം 50,000 രൂപ ലഭിച്ചത് ആർക്കാണ്? ഇയ്യങ്കോട് ശ്രീധരൻ. ഈ 2021 പുരസ്കാരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ ലൈബ്രറി കൗൺസിൽ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ കഥാകാരനായിട്ടുള്ള M. മുകുന്ദനാണ്. 1,00,000 രൂപയാണ് പുരസ്കാരം. PM പണിക്കർ പുരസ്കാരം 50,000 രൂപ ലഭിച്ചത്. PN പണിക്കർ പുരസ്കാരം 50,000 രൂപ ലഭിച്ചത് ആർക്കാണ്? ഇയ്യങ്കോട് ശ്രീധരൻ. അടുത്തത് റഷ്യയ്ക്കും ബെലാറസിനും വിലക്ക്. ഈ വർഷം പാരീസിന് വേദിയാവുന്ന ഒളിമ്പിക്സിൻ്റെ
ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യയും ബെലാറസും. റഷ്യ എന്താണ്? രാജ്യാന്തര ഒളിമ്പിക്സ്, ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയാണ് ഈ റഷ്യയും ബെലാറസിനെ ഒഴിവാക്കിയിരിക്കുന്നത്. ഓക്കെ, റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം ആരൊക്കെയാണ് ഒഴിവാക്കിയിരിക്കുന്നതെന്ന് ഉറപ്പായാലും ഓർത്ത് വെച്ചിരിക്കുക. റഷ്യ, ബെലാറസ്. ഓക്കെ, ഇനി ഒളിമ്പിക്സിൽ സ്വതന്ത്ര താരങ്ങളായിട്ട് മത്സരിക്കാനാണ് റഷ്യയും ബെലാറസിനും നമ്മുടെ ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് അസോസിയേഷൻ കമ്മിറ്റി അനുവാദം നൽകിയിരിക്കുന്നത്. റഷ്യയും രാജ്യത്തെ ക്ലബ്ബുകളെയും മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് നേരത്തെ ഫിഫയിലെ നമ്മുടെ ഫുട്ബോൾ അസോസിയേഷനും വിലക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.